ഹേ ഓൾ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഭയങ്കര ഒരു റഷ്ഫുള്ളായിട്ടുള്ളൊരു വ്ളോഗാണ് നമ്മൾ നോക്കാൻ പോണത്. ഒരുപാട് നാളല്ല, ഒരുപാട് വർഷത്തിന് ശേഷം ഞാൻ ബ്രോഡ്വേയിലും കോൺവെൻറ്റ് ജംഗ്ഷനിലൊക്കെ ഒന്ന് പോയായിരുന്നു. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായി. എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ നമുക്ക് നല്ല റേറ്റ് ആയിരിക്കും, പക്ഷേ ഇവിടുന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ ഹാഫ് പ്രൈസിൻ്റെ പകുതി പോലും നമുക്ക് വേണ്ടി വരുന്നില്ല. അപ്പോൾ ഇവിടെ പോയി പർച്ചേസ് ചെയ്യാമെന്ന് കരുതി. ആദ്യം തന്നെ എനിക്ക് കുറച്ച് ചെരുപ്പ് വേണമായിരുന്നു, കാരണം എൻ്റെ ചെരുപ്പും ഷൂസൊക്കെ ഓൾറെഡി ഒരുവിധമായിട്ടുണ്ട് ഉപയോഗിച്ച്. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ പേര് ഞാൻ പറഞ്ഞു, അടിപൊളി കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. നല്ല നല്ല ഷൂസും ചെരുപ്പൊക്കെ ഉണ്ട്. ഞാൻ അവിടെ നിന്ന് സ്ലൈഡേഴ്സും സംഭവമൊക്കെ എടുത്തായിരുന്നു. ദെൻ കുറേ നടന്നു. ഇത് കോൺവെൻറ്റ് ജംഗ്ഷനാണ് കേട്ടോ. നടന്നൊരു വക്കത്തെത്തിയപ്പോഴും ഒരു കടയെങ്കിലും കിട്ടിയത്. അവിടെ നിന്നൊരു ഫ്രൂട്ടിയും ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ചും കഴിച്ചു. വേറൊന്നും തന്നെ അവിടെ ഉണ്ടായില്ല. ദെൻ നമ്മൾ പിന്നെയും നടത്തം തുടങ്ങിയാണ്. ഞാനിപ്പോൾ കുറേ നാളായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു 3-4 വർഷമായി ഞാൻ ഈ ഒരു ബ്രോഡ്വേ കോൺവെൻറ്റ് ജംഗ്ഷനിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു എല്ലാം. പിന്നെ എനിക്ക് വേറെ കുറച്ച് സാധനങ്ങൾ നോക്കാനുണ്ടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പ് തപ്പിയാണ്. ആവശ്യമുള്ള ഷോപ്പിലേക്ക് കയറിയാൽ മതിയല്ലോ. പിന്നെ ഈ ഒരു ടൈം കോൺവെൻറ്റ് ജംഗ്ഷനിൽ അധികം തിരക്ക് ഞാൻ കണ്ടില്ല, പക്ഷേ ബ്രോഡ്വേയിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നടന്നു. വേറെ പ്രശ്നം ഒന്നും ഉണ്ടായില്ല, പക്ഷേ വെയിൽ ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ നല്ല റഷായിരുന്നു. അങ്ങനത്തെ കുറേ വിഷയങ്ങളായിരുന്നു. ദെൻ ഞങ്ങൾ ഒരു ഷോപ്പ് കണ്ടു. ഈ ഒരു ഷോപ്പിൻ്റെ പേര് ആ ബോർഡിൽ കാണാം, ഗ്രീൻ ബോർഡിൽ ആ ഷോപ്പിലാണ് കയറിയത്. അവിടെ ഭയങ്കര വെറൈറ്റി കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് വേണ്ട അമ്മമാർക്കൊക്കെ വേണ്ട നൈറ്റീസ്, അതുപോലെ തന്നെ ബെഡ്ഷീറ്റ്സ്, വീട്ടിലിടേണ്ട ടോപ്സ്, അതുപോലെ പുറത്തിടേണ്ട ടോപ്സ്, ബോയ്സിൻ്റെ ആയാലും ഗേൾസിൻ്റെ ആയാലും എല്ലാനും ഭയങ്കര വിലക്കുറവ്. എന്ന് പറഞ്ഞാൽ പകുതി വിലയുള്ളൂ. നമ്മൾ വേറെ ഷോപ്സിൽ ചെന്ന് വാങ്ങുമ്പോൾ ഒരു 1000 റുപ്പീസിന് കിട്ടേണ്ടത് ഇവിടെ നമുക്ക് ഒരു ഒരു 500 അല്ലെങ്കിൽ ഒരു 400 കിട്ടും. ക്വാളിറ്റിക്കൊന്നും ഒരു കുറവുണ്ടായില്ല. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിയായിരുന്നു. ദെൻ പിന്നെ നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. അങ്ങനെ നടന്നു. അപ്പോൾ ഞങ്ങൾ നടന്ന് അവിടെ ബ്രോഡ്വേയുടെ ആ ഒരു വക്കത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ മൊത്തം ഹോൾസെയിൽ ഷോപ്സ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് സിംഗിൾ പീസായിട്ടൊന്നും കിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ പെട്ടുപോയി. മൊത്തം ഈ ഹോൾസെയിൽ ഷോപ്സിൻ്റെ ഇടയിൽ ഞങ്ങൾ പെട്ടുപോയായിരുന്നു. പിന്നെ അവിടെ നിന്നൊന്ന് കടന്ന് കിട്ടാൻ ഇച്ചിരി പാടായിരുന്നു, കാരണം ഈ ഓരോ ആൾക്കാർ ഷോപ്സിലേക്കും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള കുറേ സ്റ്റാർട്ടപ്സിലേക്കൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് വരും അവിടെ. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര റഷായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ ബ്രോഡ്വേയിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ ഞാൻ വീണ്ടും ഒരു ബാഗും, എനിക്ക് ഷൂസ് ഞാൻ എടുത്തില്ലായിരുന്നു. അപ്പോൾ ഷൂസ് എടുക്കാനായിട്ട് ഞാൻ പോയി. അപ്പോഴത്തേക്കൊക്കെ ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നടന്ന് കൂടെ തളർന്നു പോയിട്ടുണ്ട്. അവിടെയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ടുള്ളൊരു കട പോലും ഞങ്ങൾ കണ്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് ഫാൻസി ഐറ്റംസ് വേണമായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇവിടെ ഇച്ചിരി റേറ്റ് കുറവാണല്ലോ. അങ്ങനെ ഞാൻ ബ്രോഡ്വേയിൽ ഒരു ഷോപ്പിൽ കയറിയിട്ട് എനിക്ക് കുറച്ച് ഫാൻസി ഐറ്റംസ് വാങ്ങാനുണ്ടായതൊക്കെ അവിടെ നിന്ന് ഒപ്പിച്ചെടുത്തു. നല്ല അടിപൊളി കളക്ഷൻസ് ആയിരുന്നു കേട്ടോ എല്ലാവരും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓർണമെൻറ്റ്സ് സെറ്റായിട്ടാണെങ്കിലും സിംഗിൾ പീസായിട്ടാണെങ്കിലും ഇയറിങ്സിൻ്റെയൊക്കെ നല്ല കളക്ഷനായിരുന്നു. അങ്ങനെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഊബർ കിട്ടാനായിട്ട് നല്ല പാടായിരുന്നു ബ്രോഡ്വേയിലേക്ക്. ദെൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ മെട്രോ സ്റ്റേഷനിലേക്കാണ്. രാവിലെ ഒരുങ്ങി ഇറങ്ങിയതാണ്. മുഖത്ത് മൊത്തം നല്ല രീതിയിൽ ഡസ്റ്റും ഡേർട്ടൊക്കെ ആയിട്ടാണ് ഈ ഇറങ്ങണത്. അങ്ങനെ മെട്രോ കയറി ദെൻ നമ്മുടെ സ്ഥലമെത്തി. പിന്നെ എന്തെങ്കിലും ഒരു കുടിക്കാണ്ട് ഒരടി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. വേഗം നമ്മൾ മക്ഡൊണാൾഡ്സിൽ കയറി. അവിടെ നിന്നൊരു ഐസ്ഡ് കോഫി, ബർഗർ കോമ്പോസ് വാങ്ങി അത് കഴിച്ചു. നമ്മുടെ ഉള്ളിലേക്ക് നല്ലൊരു വെള്ളം ചെന്നപ്പോൾ കിട്ടിയൊരു സുഖമുണ്ടല്ലോ, അത്രത്തോളം നമ്മൾ ടയേർഡായി പോയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റിന് വേണ്ടി ഇരുന്നു. ദെൻ നേരെ വീട്ടിലേക്ക് പോയി.
അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചെന്ന ഷോപ്സൊക്കെ നിങ്ങൾക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും ബൈ.